പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പുറപ്പാട് പുസ്തകം 24 അധ്യായം 22 വാക്യം. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. പ്രീതി മക്കളെ, ഏതു സാഹചര്യത്തിലും ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. നമുക്ക് ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ, എല്ലാം താറുമാറായി എന്ന് തോന്നുമ്പോൾ നമ്മെ കൈവിടാതെ, ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ തക്ക സമയത്ത് കടന്നു വന്ന് ദൈവിക സംരക്ഷണം തന്ന് ആ കരം നമ്മളിലേക്ക് നീട്ടി ഹല്ലേലൂയ നമ്മെ സംരക്ഷിക്കുന്ന അപ്പൻ. നോക്കൂ, ഇവിടെ ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കണമോ അവിടെ കൊണ്ടെത്തിക്കും. ഇവിടെ നോക്ക്, എങ്ങനെയാണ് വെള്ളം മതിലായി നിൽക്കുന്നത്. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. പ്രിയ മക്കളെ, ദൈവം പ്രവർത്തിക്കുന്ന അങ്ങനെയാ. നാം അസാധ്യമെന്ന് തോന്നുന്ന ഇടത്ത്, ഒരിക്കലും കഴിയത്തില്ല, ഇനി മുന്നോട്ട് പോകത്തില്ല എന്ന് പറയുന്ന ഇടത്ത് ദൈവം സാധ്യമാക്കി അത്ഭുത വിഷയമാക്കി തരും. ഹല്ലേലൂയ. ഇവിടെ ഫറവോനെയും സൈന്യത്തെയും പേടിച്ചു പോകുന്ന ഇസ്രായേൽ ജനം 14 അധ്യായം 10 വാക്യത്തിൽ കാണുന്നുണ്ട്. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. പ്രിയ മക്കളെ, നിലവിളിയുടെ സമയത്തും പലരും പിറുപിറുക്കുകയും മോശയോട് ചോദിക്കുന്നുണ്ട്, ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് ഈ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പല ചോദ്യങ്ങളും പലരിൽ നിന്ന് ഉയരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ദിനങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തെ വേണ്ടും പോലെ വിളിക്കുകയോ ഹല്ലേലൂയ നന്ദി പറയോ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ മുഴങ്കാൽ മടക്കുകയോ ചെയ്യാറില്ല. നാം പലപ്പോഴും മറന്നു പോകുന്ന അനുഭവം. പിന്നീട് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ കൂടുതലായിട്ട് യഹോവയോട് നിലവിളിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇവിടെയെല്ലാം ദൈവം നമ്മെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. പിറുപിറുക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ കുറ്റം പറയുന്ന, പ്രാർത്ഥിക്കുന്നവരെ, സഭയെ, കൂട്ടുവിശ്വാസികളെ കുറ്റം വിധിക്കുന്ന ആ സ്വഭാവം നമ്മിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നാം നമ്മെ തന്നൊന്ന് കുറ്റം വിധിക്കണം. എൻ്റെ കുറവ് കൊണ്ടാണ് എനിക്ക് ഈ നഷ്ടം വരുന്നത്, എൻ്റെ കുറവ് കൊണ്ടാണ് എൻ്റെ കുടുംബത്തിലെ ഈ ശോധനകൾ കടന്നു വരുന്നത്. നാം തന്നെ ദൈവം മുമ്പാകെ കുറ്റങ്ങൾ ഏറ്റുപറയണം. ഹല്ലേലൂയ. അപ്പ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നാം നിലവിളിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അവിടെ നിന്ന് നിലവിളി കേട്ട് നമുക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. മോശ ജനത്തോട് പറയുക, മോശ അവിടെയാണ് ജനങ്ങളെല്ലാം പിറുപിറുക്കുന്നെങ്കിലും മോശ ജനത്തോട് പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ ഉറച്ചു നിന്ന് പറയുവാൻ സാധിക്കും, നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന അപ്പനാണ്. നമ്മെ ശോധനയിലൂടെ കടത്തി വിട്ടാലും അത് പൊന്നുപോലെ പുറത്തു വരുവാൻ വേണ്ടിയാണ് പല ശോധനകളും കടന്നു വരുന്നതെന്ന് ഒരു ദൈവ പൈതലിനെ മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, മോശ തൻ്റെ ജനങ്ങളോട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയല്ല വേണ്ടത്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ നമ്മോട് കൂടെയുണ്ട്. നിലവിളിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നാം
ഉറച്ചു വിശ്വസിക്കുവാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. പിറുപിറുക്കുന്ന, മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന, ഹല്ലേലൂയ, ആ സ്വഭാവമെല്ലാം വിട്ടിട്ട് യേശുവിൻ്റെ പാദപീഠത്തിൽ നാം മുഴങ്കാൽ മടക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഹോവയിലൂടെ അത്ഭുത പ്രവർത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നോക്കൂ, മോശേ, നിന്റെ കയ്യിൽ ഞാൻ എന്താ തന്നത്? പലപ്പോഴും കർത്താവ് നമ്മുടെ കയ്യിൽ തന്ന കാര്യങ്ങൾ, നമ്മെ വിടുവിച്ച കാര്യങ്ങൾ, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കാര്യങ്ങൾ നമ്മളെ മറന്നു പോകും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളെ മറന്നു പോകുന്നവരായിട്ടല്ല, ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി കർത്താവിന് ഹല്ലേലൂയ മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിലൊരു വടിയല്ലി ഏൽപ്പിച്ച്, ആ വടി തന്നിട്ട് നിന്നോട് പലതും പറഞ്ഞില്ലേ? നീ അന്നേരം പല ഹല്ലേലൂയ അത്ഭുതങ്ങളും കാണിച്ചില്ലേ? ഹല്ലേലൂയ. ആ വടി എടുത്ത് നീ കടലിൽ നിന്ന് നീട്ടി അതിനെ ഒന്ന് വിഭാഗിക്കുക, അതിൻ്റെ അടുത്തേക്കൊന്ന് നീട്ട്. ഹല്ലേലൂയ. നമ്മുടെ കൈവശമുള്ളത് ചെറുതായാലും വലുതായാലും അത് മതി. പ്രിയ മക്കളെ, നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വെള്ളവും തീയും, അതായത് പർവ്വത സമാനമായ വിഷയവും കണ്ട് പേടിക്കേണ്ട. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരെന്ന് മറ്റുള്ളവർ കണ്ട് മനസ്സിലാകത്തക്കവണ്ണം ഇന്ന് വചനം കേൾക്കുന്ന മക്കളിൽ ആരെല്ലാം ഭാരത്തോടെ കടന്നു പോകുന്നുവോ അവരെ മാനിക്കുവാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവരെ നന്നാക്കി ഹല്ലേലൂയ മുന്നോട്ട് കൊണ്ടുപോവാൻ, നമ്മെ ലജ്ജിപ്പിക്കുന്നവരുടെ മുമ്പിൽ അത്ഭുത വിഷയമാക്കുവാൻ ദൈവം വഴിയൊരുക്കി തരും. ദൈവം നമ്മെ മാനിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ നിന്ദിതരാകുവാനല്ല, മാനിക്കപ്പെടുന്നവരായി തീരുവാൻ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇവിടെ പുറപ്പാട് പുസ്തകം 14:19 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ദൈവിക വിടുതൽ അനുഭവിക്കുന്ന ഇസ്രായേൽ മക്കളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിട്ടുണ്ട്, അനന്തരം ഇസ്രായേലുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലുരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, അന്ധകാരം മാറ്റി നമുക്ക് ഹല്ലേലൂയ വെളിച്ചമാക്കി തരുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. 21-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, മോശ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. പ്രിയ ദൈവമക്കളെ, നോക്കൂ, ഹല്ലേലൂയ, മഹാശക്തിയുണ്ട്. എങ്ങനെയാണ് ഒരു ഹല്ലേലൂയ കിഴക്കൻ കാറ്റടിപ്പിച്ച് ഹല്ലേലൂയ ആ മഹാശക്തി കൊണ്ടാണ് ഹല്ലേലൂയ വെള്ളം ഹല്ലേലൂയ പിൻവാങ്ങി ഉണങ്ങിയ നിലത്തുകൂടി നമ്മെ നടത്തും. പ്രിയ മക്കളെ, ഭാരപ്പെടുത്തുന്ന, മുങ്ങിപ്പോകുമെന്ന ഭയത്തോടിരിക്കുന്ന ജീവിതമേ, ഏത് പ്രയാസഘട്ടങ്ങളിലും അവിടെ നിന്ന് വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. അവിടെ നിന്ന് നമ്മെ കൊണ്ടുപോകുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. 26-ാം വാക്യം നാം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഫറവോനെയും സൈന്യത്തെയുമെല്ലാം മുക്കിക്കളഞ്ഞവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല എന്ന്. നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിൽ നമ്മെ ഹല്ലേലൂയ കൊണ്ടുപോകുവാൻ, നമ്മെ അതിൽ നിന്ന് ഹല്ലേലൂയ പിന്മാറ്റി കൊണ്ടുപോകുവാൻ നമ്മുടെ അപ്പച്ചൻ ശക്തനാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നാം ലജ്ജിക്കുവാനല്ല, അവർ ലജ്ജിക്കത്തക്കവണ്ണം നമ്മെ എടുത്തുയർത്തുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. വിശ്വാസത്തോട് നിന്നാ മതി. നിന്റെ കയ്യിൽ എന്താണുള്ളത്? ഹല്ലേലൂയ. ഉള്ളത് മതി. പ്രിയ മക്കളെ, അതായത് നമുക്കറിയാമല്ലോ, യേശു ശിഷ്യന്മാർ എവിടെ കൂടെ പോയാലും അവിടെയെല്ലാം ഹല്ലേലൂയ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് രാത്രി വരെയും കൂടെ ഇരുന്ന പുരുഷാരത്തോടെ ഹല്ലേലൂയ മനസ്സലിഞ്ഞ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഇവർക്ക് ഊട്ടുവാൻ, ഇവർക്ക് കഴിക്കുവാൻ കൊടുക്കണം, ഇവരെ ഇങ്ങനെ വിടുവാൻ സാധ്യമല്ല. മനസ്സലിഞ്ഞ അപ്പച്ചൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പം. അത് മതി പ്രിയ മക്കളെ, ഇത്രയും പേർക്ക് കൊടുക്കുവാൻ അത് മതി. എൻ്റെ അപ്പന്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുമ്പോൾ അത് വാഴ്ത്തി നുറുക്കി
കൊടുക്കുമ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം ഹല്ലേലൂയ തിന്നു ശേഷിക്കത്തക്കവണ്ണം അത്ഭുത വിഷയമാക്കുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. നിന്റെ കയ്യിലുള്ളത് ചെറുതോ വലുതോ ഏതോ ആവട്ടെ, നിന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും. നമ്മെ നടത്തുന്ന അപ്പന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തില് ഏത് വിഷയത്തിലൂടെ അവർ കടന്നു പോകുന്നോ അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ, അതിന്മേൽ ഹല്ലേലൂയ അത്ഭുതം ചെയ്യുന്ന അപ്പൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന മക്കളെ ദൈവം സഹായിക്കണമേ. അവരുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യണം കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഉണങ്ങിയ നിലത്തൂടെ നടത്തുന്ന അപ്പൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുന്ന അപ്പൻ, ഹല്ലേലൂയ. ദൈവമേ, അത്ഭുതം ചെയ്യണമേ. വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണം കർത്താവേ. അപ്പന്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ.